ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെബ് ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഗാർഡൻ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വേര് പിടിപ്പിക്കാനുള്ള ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാ ടൈപ്പ് ചെടികളും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് തന്നെ അതിനായിട്ട് പോട്ടി ഇവിടെ എടുത്തിരിക്കുന്നത് മണ്ണും ചകിരിച്ചോറാണ്. രണ്ടും തുല്യ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ചെടിച്ചട്ടി വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ചെടിച്ചട്ടിയിൽ ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കണം. നമുക്ക് ഈ പോട്ടി മിക്സിൽ കമ്പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഞാനിവിടെ ചകിരിച്ചോറും മണ്ണും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഇന്ന് നടാൻ ഉപയോഗിക്കുന്നത് കോളീസിൻ്റെ കട്ടിങ്സ് ആണ്. ഞാനിത് രാവിലെ കട്ട് ചെയ്തിട്ട് റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി വെച്ചിരിക്കും. നമ്മളിവിടെ എടുത്തിരിക്കുന്ന റൂട്ടിംഗ് ഹോർമോൺ ചിരട്ടക്കരിയാണ്. ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിലാണ് നമ്മൾ ഈ കമ്പ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കത് ചെടിച്ചട്ടിയിൽ നട്ടു കൊടുക്കാം. നമ്മൾ 4 കമ്പാണ് ഞാനിന്ന് ഇത് എടുത്തിരിക്കുന്നത്. ചെറിയൊരു ചെടിച്ചട്ടി ആയതുകൊണ്ടാണ് 4 കമ്പ്. വലിയ ചെടിച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കമ്പ് വേണമെങ്കിലും ഇതിൽ വെച്ച് കൊടുക്കാം. നമുക്ക് എല്ലാ കമ്പും തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ്. ഒന്നുപോലും നശിച്ചു പോവില്ല. പിന്നെ നമുക്കതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെറിയൊരു രീതിയിൽ ഒരു നനവ് മതി. ഓൾറെഡി നമ്മുടെ ചകിരിച്ചോറിൽ ഒരു നനവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു രീതിയിൽ അതിനെ നനച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കവറാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ചെടീനെ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിത് ചെടീനെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെടി അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെടി അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കേണ്ടത്. അതിനുശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണ്. അടച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടി കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കവർ ഇതേ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കവർ ഒരു തണലത്താണ് സൂക്ഷിക്കേണ്ടത്. ഞാനിവിടെ ഒരു ചെടിയുടെ ചൂട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5 ദിവസം കഴിയുമ്പോഴാണ് നമ്മളിത് തുറന്ന് നോക്കുകയാണത്. ഞാനിതിവിടെ മുൻപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് 5 ദിവസം ആയിട്ടുണ്ട്. അപ്പം നമുക്കത് തുറന്ന് നോക്കാം. നമ്മുടെ ചെടികൾ നല്ല ഫ്രഷായിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. നാശമായിട്ടില്ല. കേട്ടോ, നല്ല ഫ്രഷായിട്ട് 2 ചെടിയും നല്ല ഫ്രഷാണ് കേട്ടോ. രണ്ടാമത്തെ ചെടിക്ക് ഇത്തിരി കമ്പ് കുറവായിരുന്നു. 2 കമ്പ് 3 കമ്പോ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൽ റൂട്ട് വന്നിട്ടുണ്ടോ എന്ന് കാണിച്ചു തരാം. അതാ കണ്ട, നമ്മുടെ പുറത്ത് വരെ നല്ല രീതിയിൽ ഇതിന് റൂട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കവറിൽ വെക്കുമ്പോൾ ചെടികൾക്ക് വേണ്ട ഹ്യൂമിഡിറ്റി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നമ്മുടെ കണ്ടില്ലേ, കറക്റ്റായിട്ട് പുറത്തൊക്കെ നല്ല പോലെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനിത് എടുത്ത് നോക്കിയിട്ടുള്ളത്. ഇങ്ങനെ തന്നെ നമ്മൾ വേറൊരു കവറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിലുമുള്ള ചെടികൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. 2 ചെടിയാണ് ഞാൻ ഒരു കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ട, നല്ല ഫ്രഷാണ്. എല്ലാത്തിനും നല്ല പോലെ വേര് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ചുറ്റും നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, പുറത്തേക്കാണ് ശരിക്കും നമുക്ക് വേര് വന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ചെടികളും ഇതുപോലെ തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ വേര് പിടിച്ചതിന് ശേഷം ആ ചെടി പുറത്തായിരുന്നു, വെയിലത്തായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ചെടി നല്ല ഗ്രോത്താണ്, നല്ല ഫ്രഷായിട്ട് നല്ല തിക്കായിട്ട് തന്നെ. അതിപ്പോൾ ഒരു 4-5 കമ്പുള്ളത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് എല്ലാ കമ്പും നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും വേനൽക്കാലത്താണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വരെ നമുക്ക് ഇത്ര നന്നായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നിരിക്കുന്ന എല്ലാ ചെടികളും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ചെടിയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ റോസ് അല്ലാതെ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണു. നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.